എന്തുകൊണ്ടായിരിക്കും വിറളി പിടിച്ച ലീഗ് അടിമകൾ ഇങ്ങനെ ഈ കാലത്ത് പേ പിടിച്ച് നായ്ക്കളെപ്പോലെ ഓടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 10 വർഷമായി ഭരണമില്ലാതിരിക്കുന്ന ലീഗ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ആ പാർട്ടി കടന്നു പോകുന്നത്. വളർന്നു വരുന്ന യുവനേതാക്കൾ നിറഞ്ഞു കവിഞ്ഞ് പെരുകുന്നു. ഇവർക്കൊന്നും വഴിമാറി കൊടുക്കില്ല എന്ന വാശിയോടെ മരണം വരെ MLA, MP എന്നിവരാകണമെന്ന് വാശിയുള്ള കുറേ കടൽ കിഴവന്മാർ. കൈയിട്ട് വരാൻ കഴിയാതെ 10 വർഷമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി എല്ലാം കൂടി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ലീഗിൽ. പാണക്കാട് നിന്നും കൊടുക്കുന്ന ഉത്തരവ് തലയും താഴ്ത്തി കേട്ടുനിരുന്ന സമസ്ത വരെ പുറംകാലുകൊണ്ട് ലീഗിനെ തട്ടാൻ തുടങ്ങിയത് ലീഗിൻ്റെ മാനസിക നിലയെ കൂടുതൽ വഷളാക്കുന്നു. ലീഗിനോട് എതിർവാക്ക് ഒരക്ഷരം മിണ്ടാതെ പറയുന്നതെല്ലാം അനുസരിച്ചിരുന്ന സമസ്ത നടന്നുകൊണ്ടിരുന്ന ജാഥ ഫ്ലാഗ് ഓഫിന് തങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞതാണ് സമസ്ത നേതാക്കൾ. അങ്ങനെ ലീഗിനെ അവർ ചവിട്ടിത്തേച്ചത് രാഷ്ട്രീയ കേരളത്തിന് മറക്കാനാകില്ല. ഒടുവിൽ ജാഥ മലപ്പുറത്തെത്തിയപ്പോൾ മുട്ടിലെഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടിക്കും ടീമിനും അങ്ങോട്ട് കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായി. അതിൻ്റെ പേരാണ് ഭരണമില്ലാത്ത 10 വർഷങ്ങൾ. സാമുദായിക ധ്രുവീകരണം നടത്തിയിട്ടാണെങ്കിൽ പോലും അധികാരം പിടിക്കണമെന്ന ലക്ഷ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് തുടക്കകാലം മുതൽ SDP-യെ കടന്നാക്രമിച്ചിരുന്ന KM ഷാജിയുടെ ഇപ്പോഴത്തെ മലക്കം മറിച്ചിൽ. അങ്ങനെ ഓരോ ലീഗ് നേതാക്കൾക്കും, കുഞ്ഞാലിക്കുട്ടിയായാലും തങ്ങളായാലും PMA സലാമായാലും ഓരോരുത്തർക്കും ഓരോ വിഷയത്തിലും മലക്കം മറിച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത് മുസ്ലിം ലീഗിലെ മലക്കം മറിച്ചിലിൻ്റെ 10 വർഷം. വിറളി പൂണ്ട് നടക്കുന്ന ലീഗിൻ്റെ ആക്രമണ സ്വഭാവം രാഷ്ട്രീയ കേരളം ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയില്ലേ? എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും, എന്തും പറയും ഇപ്പോൾ ലീഗ് അണികൾ. അതിന് വളവും വെള്ളവുമൊക്കെ നൽകാൻ ലീഗിലെ മുതിർന്ന നേതാക്കളും. എന്തായാലും UDF-ന് തെല്ലൊന്നുമല്ല തലവേദന ഈ ലീഗിനി സൃഷ്ടിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാമെന്നല്ലാതെ മറ്റൊന്നും പറയുന്നുമില്ല.